الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ സവിശേഷതയും ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയും ചേർത്ത് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നഹ്നുൽ ആഖിറൂന അസ്സാബിഖൂന യൗമൽ ഖിയാമ. നമ്മൾ പിന്നണിക്കാരാണ്, പിന്നിലുള്ളവരാണ്, പിൻഗാമികളാണ്. അസ്സാബിഖൂന എന്നാൽ നാം വേറെ മുന്നിൽ പോകുന്നവരാണ്. യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ, അന്ത്യദിനത്തിൽ. അതായത് ഊത്തുൽ കിതാബ, അവർക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടു. മിൻ ഖബലിന, നമുക്ക് മുമ്പ്. വഊതീനാഹു, ഖുർആൻ നമുക്ക് നൽകപ്പെട്ടു. മിൻ ബഅദിഹിം, അവരുടെ ശേഷം. ഫഹാദൽ യൗമുൽ ലദി ഇഖ്തലഫു ഫീഹി, അവർ ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ച ദിവസമാണിത്. ഫഹദാനല്ലാഹു, അല്ലാഹു നമ്മെ ആ ദിവസത്തിലേക്ക് മാർഗദർശനം ചെയ്തു. അതായത് വേദക്കാരായ ആളുകൾ ആപേക്ഷികമായി ഈ ഐഹിക ജീവിതത്തിലേക്ക് വന്നത് നമുക്ക് മുമ്പാണ്. നാം പിൻഗാമികളാണ്. എന്നാൽ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഈ ഉമ്മത്ത് ആഖിറത്തിലെത്തിയാൽ അവരുടെ മുന്നിലാണ്. ആദ്യം വിചാരണക്കെടുക്കുന്നതും ഈ ഉമ്മത്തിനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രത്യേകമായ ഒരു ദിവസം വഹയിലൂടെ പ്രാധാന്യം നൽകിയിട്ട് അറിയിച്ചു കൊടുത്തിരുന്നു, അവരെ പഠിപ്പിച്ചിരുന്നു. ഏതാണ് ആ ദിവസം? വെള്ളിയാഴ്ച. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വഹയിനെ സ്വീകരിക്കുന്നതിന് പകരം മഹത്വവൽക്കരണത്തിന് ബുദ്ധിപരമായ കാരണങ്ങൾ തേടുകയും അതുവഴി മഹത്വമില്ലാത്തതിനെ മഹത്വവൽക്കരിച്ചിട്ട് മഹത്വമുള്ളതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയും ചെയ്ത ഒരു സാഹചര്യം ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഉണ്ടായി. വെള്ളിയാഴ്ചയാണ് ദിവസങ്ങളുടെ നേതാവ് എന്നും അന്ന് പ്രത്യേകമായി കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും അതിനെ ആദരിക്കേണ്ടതുണ്ടെന്നും നമ്മെപ്പോലെ തന്നെ ജൂത ക്രിസ്ത്യാനികളോട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ മഹത്വവൽക്കരണത്തിന് വഹയിന് പകരം അവർ സ്വീകരിച്ചത് ബുദ്ധിപരമായ കാഴ്ചപ്പാടാണ്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികർത്തൃത്വത്തിൽ നിന്ന് വിരമിച്ചത് ശനിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ബഹുമാനിക്കപ്പെടേണ്ടത് ശനിയാഴ്ചയാണെന്ന് ജൂതന്മാര് തീരുമാനിച്ചു. അള്ളാഹു സൃഷ്ടിപ്പ് തുടങ്ങിയത് ഞായറാഴ്ചയായതുകൊണ്ട് ആദരിക്കപ്പെടേണ്ടത് ഞായറാഴ്ചയാണെന്ന് ക്രിസ്ത്യാനികളും തീരുമാനിച്ചു. ഇതാണ് സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ് ദിവസങ്ങൾ. അവ
അവന്റേതാണ് മാസങ്ങൾ, വർഷങ്ങൾ, നൂറ്റാണ്ട്. അപ്പോൾ ഏത് നൂറ്റാണ്ട് ശ്രേഷ്ഠമാണെന്ന് അള്ളാഹു തന്നെ പറയണം. വഹയിലൂടെ അറിയിച്ചില്ലേ? ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുകയാണ് വഹയിലൂടെ. പിന്നീട് അതിനടുത്ത നൂറ്റാണ്ട്. അതുപോലെ ചില മാസങ്ങളെ അല്ലാഹു തആല വഹയിലൂടെ അറിയിച്ചു, ദിവസങ്ങളെ അറിയിച്ചു. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അന്ന് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ജുമുഅ നമസ്കാരവും ഖുതുബയും. ജുമുഅ എന്ന പേര് തന്നെ സംഗമിക്കുക, സംഘടിക്കുക. പള്ളി എന്തിനാ പള്ളി ഉണ്ടാക്കുന്നത്? പ്രധാനമായും ജമാഅത്തിന്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സംഗമിക്കുക. എങ്ങനെ സംഗമിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശം നൽകി. തോളും തോളും ചേർന്ന് നിൽക്കണം, കാലും കാലും ചേർന്ന് നിൽക്കണം, ഭിന്നിക്കരുത്. ഏറ്റ വ്യത്യാസമുണ്ടായാൽ എന്താണ് സംഭവിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങളുടെ സഫുകൾ നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകും. മനുഷ്യരുടെ ഹൃദയം ഒറ്റക്കെട്ടായി ഇണങ്ങി നിൽക്കണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും മനുഷ്യൻ എന്ന നിലക്ക് എല്ലാ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസത്തെ സംബന്ധിച്ച് അള്ളാഹുവിന് പറയാനുള്ളത് പറഞ്ഞു. എന്താണത്? നിങ്ങൾ വരൂ, ഞാൻ തീർത്തു തരാം നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. ഖുർആനിൽ എത്ര അടുത്ത അള്ളാഹു അത് പറയുന്നത്? അവരെ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന സംഗതികളെ കുറിച്ച് അള്ളാഹ് തീരുമാനം പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സത്യം നിന്റെ ഭാഗത്താണെങ്കിലും നീ തർക്കിക്കണ്ട. സത്യം നിന്റെ ഭാഗത്താ, എന്നാലും തർക്കിക്കണ്ട. മുസ്ലിംകളെ ഒന്നായി കാണുകയും മുസ്ലിംകൾ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിന്റെ അടിമകൾ എന്ന നിലക്ക് തോളോട് തോളൊരുമി നിൽക്കുകയും ചെയ്തിട്ട് ജമാഅത്ത് നമസ്കരിക്കണേ എന്ന് കൽപ്പിക്കപ്പെട്ട നാം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് പുറത്തിറങ്ങുമ്പോൾ ധരിച്ചു വെക്കുന്ന കാഴ്ചപ്പാടെന്താണ് കൂട്ടരെ? ഈ ജമാഅത്ത് നമസ്കാരം കൊണ്ട് നമ്മൾ എന്താ നേടിയത്? ഈ ജുമാ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ പരിവർത്തനമുണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിന് ജുമാ വെച്ചു? ആ ദിവസത്തിന്റെ തന്നെ എങ്ങനെ പേരിട്ടു? തഫ്സീറുകളിലൊക്കെ കാണാലോ, ജനങ്ങളൊക്കെ സംഗമിക്കുന്ന ദിവസമായത് കൊണ്ടാകാം അതിനാ പേര് വെച്ചതെന്ന്. മുസ്ലിങ്ങളോട് മുഴുവനും അല്ലാഹുവിന്റെ കൽപ്പന, നിങ്ങൾ നേരത്തെ പോകണം പള്ളിയിലേക്ക്. അല്ലാഹു കൽപ്പിച്ചതാ. പ്രബോധകനും പ്രബോധിതരും തയ്യാറാകണം. വെള്ളിയാഴ്ച ദിവസം നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങിപ്പോകണം. സുഗന്ധമെല്ലാം ഉപയോഗിച്ച് ഒരാഘോഷ ദിവസം എന്ന് കണക്കേ പോകണം. എന്നിട്ടോ മിണ്ടാതിരിക്കണം, ശ്രദ്ധാപൂർവം കേൾക്കണം അള്ളാഹുവിന്റെ നിർദ്ദേശം. ഈ രൂപത്തിൽ വാരാവാരം 50-ൽ പരം ഖുതുബകൾ ഒരു വർഷത്തിൽ ആവർത്തിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ് ഈ ഉമ്മത്തിന്. ഖുതുബയുടെ ഇടക്ക് ഔപചാരികതയുടെ തടസ്സങ്ങളൊന്നുമില്ല. സ്വാഗതം പറച്ചിലായിട്ടും ആശംസകളായിട്ടും മറ്റ് ഔപചാരികതകളൊന്നുമില്ല. വളരെ സംക്ഷിപ്തമായ, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം, അതാണ് ഖുതുബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയുടെ വിഷയവും അതായിരുന്നു. അത് തന്നെയുമല്ല, ഇത് കഴിഞ്ഞു തീരുന്നതിന് മുമ്പ് പോകേണ്ട ആവശ്യവുമില്ല. ആ രൂപത്തിൽ ഖുതുബയെ അല്ലാഹു തആല സംവിധാനിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കേൾക്കാനായി നിങ്ങൾ പോകണേ. ഒരു തഫ്സീർ ഖുതുബയാണത്.
വദറുൽ ബൈഅ, എല്ലാ ബിസിനസ്സുകളും നിർത്തിക്കോളണം. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ലോക മുസ്ലിമീങ്ങളെ അല്ലാഹു തആല അവന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ച ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി. ഖുബാ മസ്ജിദ് ഇന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് താമസിച്ചു. അവിടെ പള്ളി നിർമ്മാണം നടത്തി. ഇസ്ലാമിൽ ആദ്യം അങ്ങനെയാണ്, പള്ളി ഉണ്ടാക്കി, എല്ലാവർക്കും ഒരേ അവകാശമുള്ള പള്ളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് ചുമന്നിട്ട് അത് എടുത്തു വെക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്ലെടുത്തിട്ട് തൊട്ടടുത്ത് ചേർത്ത് വെക്കുക. സഹാബത്തും റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നോടൊന്ന് മെച്ചമായി പണിയെടുത്തിട്ടുണ്ടാക്കി ഖുബാ പള്ളി. വെള്ളിയാഴ്ച ദിവസം മസ്ജിദുൻ നബവി ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി. നടക്കുന്നതിന് മധ്യേ ബനൂ സാലിബ് ഇബ്നു ഔഫ് എന്ന കബീല താമസിക്കുന്ന സ്ഥലത്ത് അവര് നമസ്കരിക്കാൻ വേണ്ടി സജ്ജമാക്കിയ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ട് ഇസ്ലാമിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുത്ത ആദ്യത്തെ ജുമുഅ മദീനത്ത് വെച്ച് നടക്കുകയാണ്. ഇന്നവിടെ പള്ളിയുണ്ട്, ജുമുഅ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിലും ജുമുഅ നടത്തി. അന്ന് ജുമുഅ നടന്നുകൊണ്ടിരുന്നത് ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ ഖുത്ബ ഓതുക. പെരുന്നാൾ നിസ്കാരമൊക്കെ നടക്കുന്നത് പോലെ ഖുത്ബ പിന്നെയായി. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെയും കൂട്ടി 2 റക്അത്ത് നമസ്കരിച്ചു. വെള്ളിയാഴ്ച ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദിഹിയത്ത് ഇബ്നു ഖലീഫത്തുൽ കലബി എന്ന് പറയുന്ന വ്യക്തി ഷാമിൽ നിന്ന് കച്ചവടം ചെയ്തിട്ട് നല്ല എണ്ണ കൊണ്ടുവരുമായിരുന്നു മദീനത്ത്. ബിസിനസ്സും കഴിഞ്ഞ് അദ്ദേഹം വന്നാൽ മദീന നിവാസികളും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവും ദഫ്മുട്ടി സ്വീകരിക്കുന്ന ഒരു രംഗം മദീനയിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദിഹിയ തന്റെ കച്ചവടവുമായി വന്നത്. ഒരാൾ ഓടി വന്ന് പള്ളിയിൽ കയറിയിട്ട് പറഞ്ഞു, ദിഹിയ വന്നിട്ടുണ്ട്. ഖുത്ബ കേട്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഇറങ്ങിയങ്ങ് പോവുക. മദീനയുടെ ഒരു ഉത്സവ ദിവസമാണ് ആ കച്ചവടത്തിന്റെ വരവ്. ഇതങ്ങ് കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കുകയാണ്. വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫദ്ദൂ ഇലൈഹാ വതറകൂക ഖായിമാ ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. അവർ ബിസിനസ്സും വിനോദങ്ങളും കാണുന്ന സമയത്ത് അങ്ങോട്ട് പോവുകയാണ്. താങ്കൾ മിമ്പറിൽ നിന്ന സ്ഥിതിക്ക് താങ്കളെ വിട്ടേച്ച് പോവുകയാണ്. അല്ലാഹുവിങ്കൽ ഉള്ളതാണ് ഏറ്റവും ഖൈർ എന്നവരോട് പറയണം. മിനൽ ലഹ്വി വമിനത് തിജാറ, അവരുടെ വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഖൈർ അല്ലാഹുവിങ്കൽ ഉള്ളതാണ്. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അവർക്ക് റിസ്ഖാണല്ലോ വേണ്ടത്, എന്നാൽ ഏറ്റവും നന്നായി റിസ്ഖ് നൽകുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തിയ സമയത്ത് സദസ്സിലുള്ള ആളുകൾ മുഴുവനും ഇറങ്ങിപ്പോയിട്ട് അവസാനം ബാക്കിയുള്ളത് 12 ആണുങ്ങളും ഒരു സഹോദരിയുമാണ് എന്ന് ഹദീസിന്റെ കിതാബിൽ കാണാൻ കഴിയും. പള്ളിയിലാകുള്ളതാണ്. ഒരു പെണ്ണുങ്ങളുണ്ട്, 12 ആണുങ്ങൾ. ഈ ആയത്തിൽ നിന്നെടുത്തിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറയുന്നുണ്ട്, ഖുത്ബ നിർവഹിക്കേണ്ടത് നിന്നിട്ടാണ്, അത് ഖുത്ബയുടെ നിബന്ധനയാണ്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണല്ലോ. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചു തന്ന ഈ ഖുത്ബയെ സംബന്ധിച്ച് കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു സാധാരണ പ്രസംഗമല്ല. അതിനു മുമ്പ് ഇമാം സലാം പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ബാങ്ക് കൊടുക്കാൻ വേണ്ടി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തുടങ്ങിയതാണ് ഈ ഇരുത്തം. എന്തിന്? സദസ്സിലുള്ള ആളുകൾ മുഴുവനും അടങ്ങിയിരുന്നിട്ട് മൗനമാചരിച്ചിട്ട് അവരുടെ മനസ്സും ശരീരവും ഖുത്ബ കേൾക്കാനായി പാകപ്പെടണം.
എന്നിട്ടൊരു സുദീർഘമായ പ്രസംഗമൊന്നുമില്ല, വളരെ ചുരുങ്ങിയ വലിയ വലിയ സമ്മേളനങ്ങളൊക്കെ നമ്മൾ കാണാറില്ല. ഇല്ല, ആ രൂപത്തിലൊന്നുമല്ല ജുമാന്റെ ഖുതുബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. വാചക കസർത്ത് കൊണ്ട് നന്നാകുകയാണെങ്കിൽ മൈക്കും ഓപ്പറേറ്റർമാരൊക്കെ നന്നാണ്ട്, അതുകൊണ്ടൊന്നുമല്ല മനുഷ്യൻ നന്നാകുക. ആ വേണ്ട സംഗതി വേണ്ട സമയത്ത് വേണ്ട രൂപത്തിൽ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുക. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച സ്ഥലമാണ് മിമ്പർ. രണ്ട് ഖുതുബ. ആ മൗനം ആചരിക്കാൻ വീണ്ടും ഒരു ഇരുത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കുകയാണ്. പള്ളിയില് സമൂഹത്തിലുള്ള എല്ലാ ആളുകളും വരും, ആണുങ്ങളും വരും പെണ്ണുങ്ങളും വരും. പരിശുദ്ധമായ പാവനമായ ദീനിന്റെ പാവനത്വം നടു റോട്ടിലിട്ടിട്ട് ഇന്ന് തല്ലി തകർത്തോണ്ടിരിക്കുകയാണ് ചില വിഷയങ്ങൾ പർവ്വതീകരിച്ചിട്ട്. സഹോദരിമാരുടെ പള്ളി പ്രവേശത്തെ സംബന്ധിച്ച് വളരെ നല്ല ഒരു കാഴ്ചപ്പാടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനുള്ളത്. അല്ലാഹു പഠിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് മുഴുവനും ഉൾക്കൊള്ളാൻ പറ്റുന്ന, ഒരാൾക്കും ആക്ഷേപിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു നിയമം. എന്താണ് ആ നിയമം? സ്ത്രീകൾക്ക് ജുമാ നമസ്കാരം നിർബന്ധമില്ല. ജമാഅത്തായിട്ട് നമസ്കരിക്കലും സ്ത്രീകൾക്ക് നിർബന്ധമില്ല. അതുകൊണ്ട് അവരെ നിർബന്ധിക്കരുത്. പുരുഷന്മാരെ നിർബന്ധിക്കണം പള്ളിയിൽ വാന്ന് പറഞ്ഞിട്ട്, സ്ത്രീകളെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് നിർബന്ധമില്ല. ഇനി അവർ വരികയാണെങ്കിൽ തടയാനും പാടില്ല. എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ നിയമം! ഓരോ ഭാഗം ഏറ്റുപിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നതെന്ന്. ഇതിന്റെ ഇടയിലല്ലേ സത്യം കിടക്കുന്നത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവരെ നിർബന്ധിക്കുകയോ വിലക്കുകയോ ചെയ്യുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങളോട് ആരോടെങ്കിലും ഭാര്യ സമ്മതം ചോദിക്കുകയാണ് ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പോകാൻ, ഫലാ യംനഉഹാ, അവരെ അവൻ തടയരുത്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണത് പറഞ്ഞത്? കുടുംബിനി വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് പുറത്തു പോകുമ്പോ അതുവഴി ഒരുപാട് തടസ്സങ്ങൾ വീട്ടിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ പോകരുതേ എന്ന് പറയാനുള്ള അവകാശം ഭർത്താവിനില്ല എന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പുരുഷന്മാരുള്ളിടത്ത് സ്ത്രീകളും വരുന്ന സമയത്ത് മാനുഷികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുരുഷന്മാരും പാലിക്കേണ്ട നിബന്ധനകൾ, സ്ത്രീകളും പാലിക്കേണ്ട നിബന്ധനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവരെങ്ങാനും പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെയാ റസൂലുള്ളാഹി പറയുന്നത്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തികളെ പള്ളിയിൽ നിന്ന് നിങ്ങൾ വിലക്കരുത്. വൽ യഖ്റുജ്ന ഇദാ ഖറജ്ന, അവർ പുറപ്പെട്ടു പോവുകയാണെങ്കിൽ പോകേണ്ടത് തഫിലാത്തിൻ, മൂടുപടം ഉപയോഗിച്ചുകൊണ്ടാണ്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ കുളിക്കൽ പുരുഷനെന്ന് മാത്രമല്ല സ്ത്രീകൾക്കും അത് സുന്നത്താണ് എന്ന് സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഷഹിദത് ഇഹ്ദാകുന്നൽ മസ്ജിദ ഫലാ തമസ്സതീബ, സുഗന്ധം കൊണ്ട് ആകർഷിക്കപ്പെടുന്ന രീതിയിൽ സുഗന്ധം ഉപയോഗിച്ചിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് പള്ളിയിലേക്ക് വരുമ്പോൾ. സ്ത്രീകളോട് താക്കീത്. പുരുഷന്മാരോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അന്ന് മദീനത്തെ പള്ളിയിൽ പരിമിതമായ സൗകര്യമുള്ളത് കൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും ഒരേ ഹാളിലായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറയുകയാണ്, പുരുഷന്മാരുടെ സഫുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സഫ് മുന്നിലെ സഫാണ്, സ്ത്രീകളുമായിട്ടേറെ അകന്ന സഫ്. ആദ്യം പള്ളിയിൽ വരുന്ന ആളുകൾ മുന്നോട്ട് കയറിയിരിക്കണം. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. ഇനി സ്ത്രീകളുടെ ഭാഗത്തോ ഏറ്റവും നല്ലത് പിന്നിലെ സഫാണ്. പുരുഷന്മാരുമായി കൂടുതൽ അകലമുള്ള പിന്നിലെ സഫിൽ നിന്ന് സ്ത്രീകൾ ഇരുന്ന് തുടങ്ങണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹുവിന്റെ റസൂല് പള്ളി ഉണ്ടാക്കിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ലമ്മാ ബനൽ മസ്ജിദ, പള്ളി നിർമ്മിച്ചപ്പോൾ ജഅല ബാബൻ ലിന്നിസാ, സ്ത്രീകൾക്ക് ഒരു ഡോർ ഉണ്ടാക്കി. സ്ത്രീകൾക്ക് അവരുടെ ലോകത്ത് നിന്നുകൊണ്ട് ഒരു ഒളിവെടുക്കേണ്ട സൗകര്യവും ഒക്കെ ഉണ്ടായിരിക്കണം. പുരുഷന്മാരുമായി കലരാതെ അവരുടെ സൗകര്യത്തിന് കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം. എത്ര സുന്ദരമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഡോറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചു കൊടുത്തപ്പോ പള്ളിയിൽ സ്ത്രീകൾ ഇല്ലാത്ത സമയത്ത് പോലും ആ ഡോറിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രവേശിച്ചിരുന്നില്ല. കാരണം റസൂല് പറഞ്ഞല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്ത്രീകളുടെ ഡോറാണെന്ന്. വെള്ളിയാഴ്ചയെ ഒരാഘോഷമായി കണ്ട് കൃത്യമായി നേരത്തെ വരാൻ നിർദ്ദേശിക്കുന്ന ഹദീസുകൾ എമ്പാടും കാണാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, ഒരാൾ വെള്ളിയാഴ്ച ദിവസം ജനാബത്തിന് കുളിക്കുന്നത് പോലെ കുളിച്ചു. വലിയ അശുദ്ധിയുടെ കുളി പോലെ കുളിച്ചു. എന്താ വലിയ അശുദ്ധിന്റെ കുളി? 4 മക്കൾ ഉണ്ടാവും, പക്ഷേ ഇസ്ലാമിൽ പറഞ്ഞതുപോലെ ഒരു കുളി ജീവിതത്തിൽ കുളിച്ചിട്ടുണ്ടാവില്ല. കാരണം പഠിച്ചിട്ടില്ല. സുന്നത്തിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടലും ഉണ്ട്. അതെന്തിനാ? വിഭാഗീയത മുഴച്ചു നിൽക്കുന്ന സുന്നത്തുകൾ ഏതാണോ അതിൽ മാത്രമാണ് ജാഗ്രത. നേരെ മറിച്ച് സ്വയം നന്നാകാനും ആഖിറത്തിൽ കൂലി വാങ്ങാനുമുള്ള സുന്നത്തുകൾ ഉണ്ടോ അത് മുഴുവനും അവഗണിക്കപ്പെടുക അല്ലേ? എന്താ ഇസ്ലാമിലുള്ള കുളി? കുളിക്കുന്നതിന് മുമ്പ് ഒളു ചെയ്യണം. ഒളു എടുക്കുന്നതിന് മുമ്പ് തൊട്ടാൽ ഒളുമുറിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ, കുളിയുടെ ഭാഗമായി നടത്തുന്ന കഴുകൽ, എന്തൊക്കെ ഉപയോഗിച്ച് കഴുകണോ സോപ്പൊക്കെ ഉപയോഗിച്ച് കൃത്യമായി കഴുകിയിരിക്കണം. എന്നിട്ട് ഒന്നുവെടുക്കൽ എങ്ങനെ? മുങ്കൈ കഴുകിയതിന് ശേഷം പല്ലിയേക്കണം. നമ്മളൊക്കെ എങ്ങനെ ഒന്നുവെടുക്കാറുള്ളത്? ആദ്യം ഒന്ന് ബ്രഷ് ചെയ്യുക, പിന്നെ ഒന്നുവെടുക്കുക. അങ്ങനെയല്ല. ഒന്നുവിന്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞ പല്ലിയേക്കൽ. ആദ്യം മുങ്കൈ കഴുകുക, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് മുങ്കൈ കഴുകുക, എന്നിട്ട് ബ്രഷ് ചെയ്യുക. അത് അവിടുന്ന് അങ്ങോട്ട് വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റലും ഒന്നു പൂർണ്ണമായിട്ടെടുക്കുക. കാല് ഉൾപ്പെടെ കഴുകിയിട്ടുള്ള ഒന്നു പൂർണ്ണമാക്കുക. ശരീരത്തിൽ തേക്കുമ്പൊക്കെ ഒന്നു മുറിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല. ആ ഭാഗമൊക്കെ ആദ്യം തന്നെ കഴുകിയിട്ടുണ്ട്. എന്നിട്ട് തലയിൽ വെള്ളം ഒഴിക്കുക, വലത് ഭാഗത്തൊഴിക്കുക. ഈ രൂപത്തിൽ കുളിക്കുക. അതാ ജനാബത്ത് കുളിക്കുന്നത് പോലെ കുളിച്ചു വെള്ളിയാഴ്ച ദിവസം. എന്നിട്ടോ നേരത്തെ പള്ളിയിലേക്ക് വന്നാൽ ഒരൊട്ടകത്തെ അറുത്തിട്ട് ധർമ്മം ചെയ്ത കൂലിയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2ാം സായത്തിൽ വന്നാൽ ഒരു മാടിനെ അറുത്ത് ധർമ്മം ചെയ്ത കൂലിയാണ്, സുദീർഘമായ ഹദീസ്. 3ാം സായത്തിൽ വന്നാൽ ഒരാടിനെ അറുത്ത് ധർമ്മം ചെയ്ത കൂലി. 4ാം സായത്തിലാണെങ്കിൽ ഒരു കോഴിയെ, 5ാം സായത്തിലാണെങ്കിൽ ഒരു കോഴിമുട്ട ധർമ്മം ചെയ്ത കൂലി കിട്ടും. ഇമാമ് ഖുതുബക്ക് വേണ്ടി കയറിയാൽ മലക്കുകൾ അവരുടെ സുഹുഫ്, ഏടുകൾ, റെക്കോർഡുകൾ പൂട്ടിവെക്കുന്ന. ഏത് റെക്കോർഡുകൾ? രജിസ്ട്രേഷന്റെ റെക്കോർഡുകൾ. നേരത്തെ വന്നവർക്ക് കൂടുതൽ കൂലി രേഖപ്പെടുത്തുന്ന ആ രജിസ്ട്രേഷൻ റെക്കോർഡുകൾ അള്ളാഹു സംഘടിപ്പിച്ച ജുമുഅ എന്ന സംഗമത്തിന് അള്ളാഹു തആല ഏർപ്പെടുത്തിയ വളണ്ടിയർമാരെ കുറിച്ച്, മലക്കുകളെ കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. വേറെ മലക്കുകൾ അവിടെ ഉണ്ട്, ഹാഫിളീങ്ങൾ ഉണ്ട് അവിടെ. എന്തിനാണ് അവര്? നിസ്കരിച്ചത് എഴുതണം, ദിക്ർ ചൊല്ലിയത് എഴുതണം, ശ്രദ്ധിച്ചത് എഴുതണം. ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതി വെക്കാൻ വേറെ മലക്കുകളുണ്ട്. പക്ഷേ നേരത്തെ ഡോറിലിരുന്ന മലക്കുകൾ വരികയാണ്. എന്തിന്? ഖുതുബ കേൾക്കാനായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തിയിരുന്നു. പൂർണ്ണമായി റസൂലുള്ളാഹിയുടെ ഖുതുബ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ പറയാറുണ്ട്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കണ്ണുകളും ചുവപ്പ് വർണ്ണമാകുമായിരുന്നു ഖുതുബ നടത്തുമ്പോൾ. തന്നെയുമല്ല, റസൂലുള്ളാഹിയുടെ ഗൗരവം വർദ്ധിക്കും. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സേനാധിപനെ പോലെ, സേനാനായകനെ പോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് താക്കീത് നൽകുമായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചില ഭാഗങ്ങളൊക്കെ കിതാബുകളിൽ കാണുന്നുണ്ട്. അല്പഭാഗം അന്ന് മദീന പള്ളിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഖുതുബ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്തുതിച്ചു, അല്ലാഹുവിനെ പ്രശംസിച്ചു, അതുപോലെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തു. എന്നിട്ട് പറയാണ്, മൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് റശദ്. ആരെങ്കിലും അല്ലാഹു
അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് കഴിഞ്ഞാൽ അവൻ സന്മാർഗത്തിലാണ്. റസൂലുള്ളാഹി പറയാ, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുകയാണെങ്കിൽ അവൻ പരിധി വിട്ടുപോയി, അവൻ പിഴച്ചുപോയി. ഞാൻ നിങ്ങളോട് അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുന്നു. മദീന മിമ്പറിൽ വെച്ച് റസൂലുള്ളാഹി പറയാ, ഫഇന്നഹു ഖൈറു മാ ഔസൽ മുസ്ലിമുൽ മുസ്ലിം അൻ യഹുബ്ബഹു അലൽ ആഖിറ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല വസിയ്യത്ത് ആഖിറം സൂക്ഷിക്കാൻ, സുരക്ഷിതമാക്കാൻ ഉപദേശിക്കലും തഖ്വ വസിയ്യത്ത് ചെയ്യലുമാണ്. തന്നെയുമല്ല, വഹദറു മാ ഹദറകുമുല്ലാഹു നഫ്സ, അല്ലാഹുവിനെ സംബന്ധിച്ച് സൂക്ഷിക്കാൻ പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്ന തഖ്വല്ലാഹി ലിമൻ അമില ബിഹി അലാ വജലിൻ വബഖാഫത്തിൻ മിൻ റബ്ബിഹി ഔ നുസ്ദിഖിൻ അലാ മാ തബ്ഗൂന മിൻ അംറിൽ ആഖിറ. ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അത് അവന്റെ പ്രതീക്ഷക്കൊത്ത് നാളെ പാരത്രിക ലോകത്ത് ഒരു സഹായകമായി വരുന്നതാണ്. അതുകൊണ്ട് ധർമ്മനിഷ്ഠയുള്ള ജീവിതം നയിക്കണം. അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിലുള്ള ഭാഗം ക്ലിയർ ആക്കണം. റസൂലുള്ളാഹി പറയാ, അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിലുള്ള ഭാഗം ക്ലിയർ ആക്കണം. ഇവിടെ വസ്ത്രത്തിന്റെ കാര്യം, വീടിന്റെ കാര്യം, ബിസിനസിന്റെ കാര്യം, ജോലിയുടെ കാര്യം എല്ലാം നമ്മൾ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാ. അള്ളാഹു നമ്മുമായിട്ടുള്ള കാര്യമുണ്ട്, അത് ക്ലിയർ ആക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ക്ലിയർ ആക്കണം? ലാ യൻവി ഇല്ലാ വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അത് ക്ലിയർ ആയിക്കൊള്ളണം, വേറെ ഒരു ഉദ്ദേശവും ഇല്ല. അങ്ങനെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ, കാരണം ഹൃദയം നോക്കുന്നത് അല്ലാഹുവാണ്, അങ്ങനെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അതവന്റെ ഇഹത്തിലും പരത്തിലും അവന് വലിയ മുതൽക്കൂട്ടായി വരുമേ. ഈ ഭൂമിയിൽ ജീവിച്ചത് മുതലാകുമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷമാണ് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവുക. ആ സമയത്ത് നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നത് ഈ രൂപത്തിലുള്ള പ്രവർത്തനം കൊണ്ടായിരിക്കുമേ. ഇതല്ലാത്ത പ്രവർത്തനങ്ങൾ മുഴുവനും, അതെന്തായാലും ആ പ്രവർത്തനങ്ങൾ മുഴുവനും നാളെ ആഖിറത്തിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ പേടിക്കേണ്ടി വരുമേ. അള്ളാഹുവിന്റെ പ്രീതിക്കല്ലാതെ ചെയ്ത പ്രവർത്തനങ്ങൾ, മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ പേടിക്കേണ്ടി വരുമേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു വാക്ക് മാറൂലട്ടോ. ഞാൻ വാക്ക് മാറൂല, എന്റെ അടുത്ത് പറഞ്ഞതുപോലെ ഉണ്ടാകും. ഞാൻ അടിമകളോട് അക്രമം ചെയ്യൂല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ്. വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഇന്ന തഖ്വല്ലാഹി തുബയ്യിനുൽ വുജൂഹ്, നിങ്ങൾ ധർമ്മനിഷ്ഠയോടുകൂടി ജീവിച്ചാൽ മുഖം പ്രകാശിക്കുമേ, റബ്ബ് പൊരുത്തപ്പെടുമേ, നിങ്ങളുടെ പദവി വർദ്ധിക്കുമേ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിഹിതം പിടിച്ചെടുത്തോ, ഈ ഐഹിക ജീവിതത്തിൽ കൊയ്തെടുത്തോ. വീഴ്ച വരുത്തല്ലേ, അള്ളാന്റെ ഭാഗത്ത് നിങ്ങൾ വീഴ്ച വരുത്തല്ലേ എന്ന് വീണ്ടും വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മിമ്പറിൽ വെച്ച് ആവർത്തിക്കുകയാണ്. കൂട്ടരെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിജല്ലാഹ്. ഊസികും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മിമ്പറിൽ വെച്ച് സഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ഫഅഹ്സിനു, നിങ്ങൾ നന്മ ചെയ്യണേ, കമാ അഹ്സനല്ലാഹു ഇലൈക്കും, അല്ലാഹു നിങ്ങളോട് നന്മ ചെയ്തതുപോലെ. അല്ലാഹു ചെയ്തതൊക്കെ നല്ലതാണ്, നിങ്ങളും തിരിച്ച് നന്മ ചെയ്യണം. അല്ലാഹുവിന്റെ ശത്രുക്കളെ നിങ്ങൾ ശത്രുക്കളായി കാണണേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മ സമരം ചെയ്യണേ. വസമ്മാകുൽ മുസ്ലിമീൻ, അല്ലാഹു നിങ്ങൾക്ക് മുസ്ലിം എന്ന് പേരിട്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്താണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മിമ്പറിൽ വെച്ച് പറഞ്ഞതാ, നിങ്ങൾക്ക് അല്ലാഹു മുസ്ലിം എന്ന് പേരിട്ടിരിക്കുന്നു.
ആ വട്ടത്തില് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിന് 3 മൂല്യന്മാരെയും വെച്ച് ആ രൂപത്തിലുള്ള ഗ്രൂപ്പുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കലല്ലേ ദീന്. തെറ്റിദ്ധരിച്ചിട്ട് മരിച്ചു പോകണ്ട. ദുന്യാവ് ഐഹിക ജീവിതം ഒന്നേ ഉള്ളൂ. നാളെ ആഖിറത്തിൽ എത്തിയാല് ഞാൻ ദീനാന്ന് മനസ്സിലാക്കിയത് ദീനല്ലാതായി പോയല്ലോ എന്ന് പരിതപിക്കേണ്ടി വരും. ദീൻ ഒന്നാ, അത് ഇസ്ലാമാ, മുസ്ലിം എന്നാ പേര്. ഒറ്റക്കെട്ട, അതിനാ ജുമ്മ, അതിനാ ജമാഅത്ത്, അതിനു വേണ്ടി പ്രവർത്തിച്ചോ. ഇതിന്റെ അർത്ഥം തൗഹീദ് പറയണ്ടെന്നല്ല. തൗഹീദ് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? കത്തിജ്വലിക്കുന്ന സൂര്യനെ കാണിച്ചു കൊടുത്തുകൊണ്ട്, സൂര്യൻ എന്ന പ്രതിഭാസത്തെ കാണിച്ചിട്ട്, കത്തിജ്വലിക്കുന്ന നക്ഷത്രങ്ങളെ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കാണിച്ചിട്ട്, ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ കുറിച്ച് ചിന്തിപ്പിച്ചിട്ട്, ഇതൊക്കെ സംവിധാനിച്ചവനായ ഒരു റബ്ബ്, അവനാണ് ആരാധനക്കർഹൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധവൽക്കരിച്ച ശൈലി അതാണ്. തമ്മിൽ തോന്നിയാസം പറയുന്നതിന് തൗഹീദ് എന്ന് പേരിട്ടിട്ട് അതിന്റെ വാക്താക്കളൊക്കെ തൗഹീദിന്റെ കുപ്പായോട്ട് നടന്നാൽ ഒരിക്കലും ഇസ്ലാമാവൂല കൂട്ടരെ. ഒന്നാമത് പറയേണ്ടത് തൗഹീദ. 1.5 മണിക്കൂർ പ്രസംഗിച്ചാലും അതിൽ തൗഹീദിന്റെ ഒരു കണിക കാണൂല, കുറ്റം പറച്ചലല്ലാതെ. അപ്പോ ജീവിതം നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ഇന്നല്ലാഹ സമ്മാകുൽ മുസ്ലിമീൻ. നിങ്ങൾക്ക് അല്ലാഹു ഇട്ട പേര് മുസ്ലിം എന്നാണ്. ആ പേര് അർത്ഥവത്താകണം, പ്രയോഗവൽക്കരിക്കണം. എന്നിട്ട് ഇസ്ലാമിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. വികൃതമാക്കരുത്, അതിനെ നിങ്ങൾ തട്ടിക്കൂട്ടരുത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് സുന്ദരമാണ്, അള്ളാഹുവിന്റെ ആദർശമാണ്. അത് പ്രബോധനം ചെയ്യേണ്ട ശൈലി ഖുർആനിലുണ്ട്. സഹാബാക്കൾ അത് നിർവഹിച്ചിട്ടുണ്ട്. അത് അവരുടെ പിൻഗാമികളായി തൗഹീദ് അറിയാത്ത ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കണം. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. മുന്നിലെത്താൻ വേണ്ടിയിട്ട് ചില പള്ളികളിൽ ആളുകൾ ചുമലിലൂടെ കടന്നു വെച്ച് വരുന്നത് കാണാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അത് പാടില്ലെന്ന്. ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് ഉറങ്ങുന്നത് കാണാം, പൈശാചികമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ 2 റക്അത്ത് നമസ്കാരം, തഹിയ്യത്ത് നമസ്കാരം പള്ളിയിൽ കയറിയാൽ അത് നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വ്യാഖ്യാനിച്ചിട്ട് ചില മുഹദ്ദിസുകൾ പറയുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നു അത് വളരെ ശക്തമായ സുന്നത്താണ്, നിർബന്ധമില്ലെന്ന്. ഏതായാലും കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കയറി വന്ന ആളോട് വരെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഖും ഫർഖ്, എഴുന്നേറ്റ് നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുക എന്ന്. ആ തഹിയ്യത്ത് നമസ്കാരം ഖുത്ബ നടക്കുന്ന സമയത്ത് വരുന്നവനും നിർവഹിക്കേണ്ടതാണ്. ബാങ്ക് കേൾക്കുന്ന സമയത്ത് തഹിയ്യത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ജീവിതത്തിൽ മറന്നു പോകാത്ത രൂപത്തിൽ ഹൃദയത്തിൽ കൊത്തിവെക്കണം ഈ കാര്യം. സാധാരണഗതിയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ കയറി വന്നതെങ്കിൽ ബാങ്കിന് ഇജാബത്ത് ചെയ്യുക എന്ന സുന്നത്തും, അതുപോലെ തന്നെ തഹിയ്യത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത് എന്ന സുന്നത്തും രണ്ടും കൂടി ലഭിക്കാനായി ബാങ്ക് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ജുമുഅ നമസ്കാരം ഖുത്ബ നടത്തപ്പെടുന്ന ബാങ്കിന്റെ തൊട്ടടുത്ത് ഖുത്ബ നടക്കാൻ പോവുകയാണ്. ആ ബാങ്കാണെങ്കിൽ ബാങ്ക് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. കാരണം ബാങ്ക് കഴിഞ്ഞിട്ട് ഖുത്ബ നടക്കുകയാണ്. ഖുത്ബ കേൾക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് ബാങ്കിന്റെ ഇടയിൽ നമസ്കരിക്കുക. ഇതാണ് പണ്ഡിതന്മാർ ആ വകുപ്പിൽ നമുക്ക് നൽകുന്ന നിർദ്ദേശം. ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. നിന്റെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കാനും നീ ഇഷ്ടപ്പെടുന്നത് പോലെ നിന്റെ അടിമകൾക്ക് ആ ദീന് പറഞ്ഞു കൊടുക്കാനും ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരണേ റഹ്മാനെ. അതിന് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഒരു പറ്റം പ്രവർത്തകന്മാരെ കൊണ്ട് സഹായിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരണേ റഹ്മാനെ. ജീവിതത്തിലുള്ള സകല
പ്രയാസങ്ങളും എളുപ്പമാക്കി തരണേ റഹ്മാനെ. ജോലിയിലും സമ്പത്തിലും സമ്പാദ്യത്തിലും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവസാനം ബോധപൂർവം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരണപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. കുടുംബസമേതം സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇ അല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ.